Dear students, ഇന്ന് നമുക്ക് സൊല്യൂഷനിലെ കുറച്ച് പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാം. സൊല്യൂഷനിൽ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ ഇൻടെക്സ്റ്റിൽ 2.6 ക്വസ്റ്റ്യൻ നമ്പർ. The solubility of hydrogen sulfide gas in water at STP is 0.195 molal. Calculate the Henry's law constant. ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ വാട്ടറിലുള്ള സോലിബിലിറ്റിയാണ്. അതിന് തന്നിരിക്കുന്നത് അതിൻ്റെ മൊളാലിറ്റി തന്നിട്ടുണ്ട്. സൊല്യൂഷൻ്റെ മൊളാലിറ്റി 0.195 മോളാൽ. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ മൊളാലിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്, സ്മോൾ എം. STPയിലാണ്. കാൽക്കുലേറ്റ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ഉള്ള ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ഇറ്റ് ഇസ് P = KH × X. സോലിബിലിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് എക്സിനോട് റിലേറ്റഡ് ആണ്, മോൾ ഫ്രാക്ഷനോട് റിലേറ്റഡ് ആണ്, അതാണ് നമുക്ക് കാണേണ്ടത്. ആൻഡ് ഇറ്റ്സ് പ്രഷർ ഇറ്റ് ഈസ് അറ്റ് STP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് 1 bar ആണ്. ആൻഡ് നമുക്ക് ഈ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ KH കാണാൻ P/X ആണ് നമ്മൾ ചെയ്യേണ്ടത്, KH കാണാനായിട്ട്. സൊല്യൂഷൻ്റെ മൊളാലിറ്റി 0.195 മോൾസ്. മോളാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? 0.195 മോൾസ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1000 gram ഓഫ് വാട്ടർ. 1 kilogram വാട്ടറിലുള്ള നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ മൊളാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1 kilogram മീൻസ് 1000 gram. 1000 gram വാട്ടറിൽ 0.195 മോൾസ് H2S ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് solute H2S is 0.195 and mole fraction നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റും അറിയണം. H2S വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇറ്റ്സ് മാസ് ഈസ് ഗിവൺ 1000 gram. So 1000 by its molar mass. Number of moles is equal to given mass by molar mass. 1000 by 18 is equal to 55.55 moles. അതായത് 1 kilogram വാട്ടറിൽ എപ്പോഴും 55.55 മോൾസ് ഓഫ് വാട്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് H2S നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? H2S ആൻഡ് വാട്ടർ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് 0.195 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് വാട്ടർ 0.195 പ്ലസ് 55.55. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 0.0035. ദറ്റ് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് H2S. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, പിയും അറിയാം. സോ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് KH. KH is equal to P/X. P is 1 bar divided by its mole fraction 0.0035. ചെയ്ത് കഴിഞ്ഞാൽ 285.7 bar എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഈ ഇക്വേഷൻ നമുക്കറിഞ്ഞാൽ അതിൽ പിയും എക്സ് തന്നില്ലെങ്കിലും മൊളാലിറ്റി തന്നിട്ട് എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 2.7. It is Henry's law constant for carbon dioxide in water is 1.67 into 10⁸ Pascal at 298 Kelvin. Calculate the quantity of carbon dioxide in 500 ml of soda water when packed under 2.5 atmosphere carbon dioxide pressure at 298 Kelvin. അപ്പോൾ ഇവിടെ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ 500 ml സോഡ വാട്ടർ. നമ്മൾ 500 ml സോഡ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ക്വാണ്ടിറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദ സെയിം ഇക്വേഷൻ. P is equal to KH × X. KH ഗിവൺ ആണ്, പ്രഷറും ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. X is equal to P/KH ആണ്. P/KH നമ്മൾ Pക്ക് 2.5 അറ്റ്മോസ്ഫിയേഴ്സ് ആണ്. അപ്പോൾ 2.5 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2.5 ഇൻറ്റു 10,01,325 അത്രയും പാസ്കലാണ്. അപ്പോൾ നമുക്ക് കാരണം ഇത് അറ്റ്മോസ്ഫിയറിലാണ് തന്നിരിക്കുന്നത്.
പാർഷ്യൽ പ്രഷർ ഇൻ അറ്റ്മോസ്ഫിയർ. പക്ഷേ ദിസ് കോൺസ്റ്റൻറ്റ്, ദറ്റ് ഈസ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഈസ് ഗിവൺ ഇൻ പാസ്കൽ. അപ്പോൾ രണ്ടും സെയിം യൂണിറ്റിലാക്കാൻ വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിനെ നിങ്ങൾക്ക് പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 10,01,325. ഇനി പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പകരം 10⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി, ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 10,01,325 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ കാണാം. P = KH × X, X = P/KH. പിക്ക് പകരം 2.5 അറ്റ്മോസ്ഫിയർ ആണ്, പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.5 × ദിസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് KH വാല്യൂ ഇറ്റ് ഇസ് ഗിവൺ. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Pയും KHും തന്നു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇത് മാത്രമാണ്. അപ്പോൾ എക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണു, മോൾ ഫ്രാക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണു. ഡിവൈഡ് ചെയ്തു 1.517 × 10⁻³ എന്ന് കിട്ടി. ഇത് മോൾ ഫ്രാക്ഷൻ ആണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സൊല്യൂഷനിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. ആകെ 500 ml ആണ്. 500 ml വാട്ടർ വെയ്സ് 500 gram ആണ്. 500 ഗ്രാമിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഉണ്ടായിരിക്കും? Divided by its molar mass. So 500 number of moles of carbon dioxide is equal to 500 divided by its molar mass. Water molar mass 18 equal to 27.78 moles. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇത്രയാണ്. നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. സോ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അറിയില്ല, കാണണം, അതങ്ങനെ തന്നെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ 27.78 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷേ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആണ്. അത് കാരണം ഇൻ കമ്പാരിസൺ ടു 27.78 NCO2 ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ 27.78 തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ബട്ട് ഇറ്റ്സ് വാല്യൂ, മോൾ ഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് 1.517 × 10⁻³ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. NCO2 by 27.78 equal to this. Therefore NCO2 equal to 27.78 × 1.517 × 10⁻³ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.042 മോൾസ് എന്നാണ്. സോ ഇതൊരു ആൻസർ തന്നെയാണ്. ഇത്രയും 0. എൻ്റെ സോലിബിലിറ്റി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.042 മോൾസ് ആണ് 500 ml ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി മോൾസിലുള്ള അത് നിങ്ങൾക്ക് ഗ്രാമിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. മോൾസ് തന്നു കഴിഞ്ഞാൽ മാസ് ഇൻ ഗ്രാം ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ദ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ്? 12 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് CO2. ഇറ്റ് ഈസ് 12 പ്ലസ് ദിസ് 32 ഈക്വൽ ടു 44 ആണ് എന്ത്? മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമ്പർ ഓഫ് മോൾസിനെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ 500 ml വാട്ടർ ഇൻ ഗ്രാം. ഇറ്റ് ഈസ് 1.848 gram. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2.8. The vapor pressure of pure liquids A and B are 450 and 700 millimeters of mercury respectively at 350 Kelvin. Find out the composition of liquid mixture if total vapor pressure is 600 millimeters of mercury. Also find the composition of vapor phase. ഇപ്പോൾ ഇവിടെ 2 ലിക്വിഡ്സിൻ്റെ മിക്സ്ചർ A and B ആണ്. 2 പ്യുവർ ലിക്വിഡ്സിൻ്റെയും വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. പ്യുവർ ലിക്വിഡ് ഫസ്റ്റ് എയുടെ നിങ്ങൾക്ക് PA എന്ന് എഴുതാൻ അതിനെ. അതിൻ്റെ പ്യുവർ ആണെങ്കിൽ ഇറ്റ് ഇസ് P0A. നമ്മൾ 1 എഴുതാറുള്ളത്, അതിന് പകരം ഇവിടെ A എന്ന് എഴുതുന്നു എന്ന് മാത്രം. P0A is 450. Pure component second one B, its vapor pressure P0B equal to 700. ഇനി രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ഈസ് ഓൾസോ ഗിവൺ. ഇറ്റ് ഈസ് 600 millimeters of mercury. ഇനി നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്
രണ്ടിൻ്റെയും സൊല്യൂഷനിലുള്ള കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മോൾ ഫ്രാക്ഷനായിട്ടാണ് എഴുതാറുള്ളത്. അതായത് നമുക്ക് കാണേണ്ടത് XA ആൻഡ് XB, നമ്മൾ X1 ആൻഡ് X2 എന്നുള്ളതിന് പകരം XA ആൻഡ് XB ആണ് നമുക്ക് കാണേണ്ടത്. ഇനി P ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഒരു രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ P ടോട്ടൽ ഏതൊക്കെ കൂടിയതാണ്? ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ കൂടിയത് PA plus PB, P total equal to PA plus PB. And from Raoult's law, PA എങ്ങനെ എഴുതാം നമുക്ക്? P0A into XA. PB can be written as P0B into XB. So P total equal to P0A into XA plus P0B into XB. ഇനി നിങ്ങൾക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ 600 ആണെന്ന് തന്നിട്ടുണ്ട്. P0A, P0B വാല്യൂസ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു കാൽക്കുലേറ്റ് X1 ആൻഡ് X2. ഇനി നോക്കൂ, ഈ ഓരോ വാല്യൂസും നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ടോട്ടൽ 600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈക്വൽ ടു P0A, ഇറ്റ്സ് വാല്യൂസ് 450 ഇൻറ്റു XA പ്ലസ് P0B 700 ഇൻറ്റു XBക്ക് പകരം നമുക്ക് രണ്ട് വേരിയബിൾസ് ഒരു ഇക്വേഷനിലുണ്ടായാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരൊറ്റ വേരിയബിളാക്കി മാറ്റാൻ XBക്ക് പകരം 1 - X എന്ന് എഴുതി കൂടെ? ബിക്കോസ് ഒരു ബൈനറി സൊല്യൂഷനിൽ XA plus XB is always equal to 1. So instead of XB you can write 1 - XA. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യൂ. 450 XA plus 700 minus 700 into XA equal to 600. Then XA terms ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. 700 XA minus 450 XA which is equal to 250 XA equal to 700 minus 600 which is equal to 100. Therefore XA equal to 100 by 250 equal to 0.4. അതാണ് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇനി ഒരെണ്ണത്തിൻ്റെ മോൾ ഫ്രാക്ഷൻ അറിയാമെങ്കിൽ സെക്കൻഡ് വൺ ഈസ് 1 minus that. സോ 1 minus 0.4 equal to 0.6. അപ്പോൾ ഇതാണ് കോമ്പോസിഷൻ. നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ കോമ്പോസിഷൻ ഓഫ് ദ ലിക്വിഡ് മിക്സ്ചർ. അതായത് ലിക്വിഡ് ഫേസിൽ എ എന്നുള്ള കമ്പോണൻറ്റ് 0.4 ആണ് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ. ആൻഡ് സെക്കൻഡ് കമ്പോണൻറ്റ് ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.6 ആണ്. അതാണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഓൾസോ ഫൈൻഡ് ദ കോമ്പോസിഷൻ ഓഫ് ദ വേപ്പർ ഫേസ്. അതായത് വേപ്പറായിട്ട് മാറിയിട്ടുള്ള ഭാഗത്തിൽ ഉള്ള ഫസ്റ്റ് എ എന്നുള്ള കമ്പോണൻറ്റിൻ്റെയും ബി എന്നുള്ള കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു Y1 ആൻഡ് Y2 എന്നാണ് എഴുതാറുള്ളത്. Y1 ആൻഡ് Y2. സോ നമുക്ക് Y1 ആൻഡ് Y2 കാണാൻ PA ഈക്വൽ ടു P ടോട്ടൽ ഇൻറ്റു YA എന്ന് പഠിച്ചില്ലേ? PA ഈക്വൽ ടു ടോട്ടൽ വേപ്പർ പ്രഷർ അറിയാമെങ്കിൽ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷറും വേപ്പർ ഫേസിലുള്ള ആ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറും വേപ്പർ ഫേസിലുള്ള സൊല്യൂഷൻ ആയതിനു ശേഷം വേപ്പർ ഫേസിലുള്ള അതിൻ്റെ പാർഷ്യൽ പ്രഷറും അറിയാമെങ്കിൽ നമുക്കതിൻ്റെ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. YA ഈക്വൽ ടു PA ബൈ P ടോട്ടൽ. P ടോട്ടൽ നമുക്കറിയാം അത് 600 തന്നെയാണ്. രണ്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് P ടോട്ടൽ ഉണ്ടാവുള്ളൂ, അത് തന്നെയാണ്. ഇനി PA എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗൾട്ട്സ് ലോ വെച്ചിട്ട് P0A ഇൻറ്റു XA അല്ലേ? അപ്പോൾ P0A നമുക്ക് തന്നിട്ടുണ്ട് 450 ആണ്. XA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഇസ് 0.4. അപ്പോൾ P0A ഇൻറ്റു XA ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പാർഷ്യൽ പ്രഷർ ഓഫ് A കിട്ടും. വേപ്പർ ഫേസിലുള്ള സൊല്യൂഷൻ ആയതിനു ശേഷം വേപ്പർ ഫേസിലുള്ള A എന്നുള്ള കമ്പോണൻറ്റിൻ്റെ പ്രഷർ 180 millimeters ഓഫ് മെർക്കുറി. അതേപോലെ നമുക്ക് ബിയുടെയും കാണാം. PB റൗൾട്ട്സ് ലോ വെച്ച് P0B ഇൻറ്റു XB ആണ്. P0B പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ 700 ഗിവൺ ആണ്. ആൻഡ് XB ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് 0.6 ആണ്. സോ 700 ഇൻറ്റു 0.6 ഈക്വൽ ടു 420 millimeters ഓഫ് മെർക്കുറി. ഈ രണ്ട് പ്രഷേഴ്സ് എന്ന് പറയുന്നത് സൊല്യൂഷനിലുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷറാണ്, പാർഷ്യൽ വേപ്പർ പ്രഷറാണ്. Therefore YA നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ P ടോട്ടൽ ചെയ്താൽ മതി. സോ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ നമുക്ക് കിട്ടിയത് 180 millimeters ഓഫ് മെർക്കുറിയാണ്. 180യെ 600 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു. സോ ഇൻ ദ വേപ്പർ ഫേസ് ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഈസ് 0.3 ഫസ്റ്റ് കമ്പോണൻറ്റിയുടെ മോൾ ഫ്രാക്ഷൻ. അതേപോലെ സെക്കൻഡ് കമ്പോണൻറ്റേയും PB ഈക്വൽ ടു P ടോട്ടൽ ഇൻറ്റു YB ഓർ YB ഈക്വൽ ടു PB ബൈ P ടോട്ടൽ. PB എത്രയാണ്?
കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ 420 millimeters of mercury. 420 divided by total pressure 600 equal to 0.7. ഇനി ഇവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്തോളൂ, നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കൂ, രണ്ട് മോൾ ഫ്രാക്ഷൻസും 0.3 + 0.7 is equal to 1. ഇപ്പോൾ കറക്റ്റാണ്. ഇവിടെ അതേ നോക്കി നോക്കൂ, ലിക്വിഡ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ 0.4 + 0.6 equal to 1. രണ്ടും നമുക്ക് കറക്റ്റായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സാമിന് ഒരു വർഷം മുമ്പ് ചോദിച്ചിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 2.9 ഇത് നോക്കൂ. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് 298 Kelvin is 23.8 millimeters of mercury. 50 gram of urea, its formula is given, is dissolved in 850 gram of water. Calculate the vapor pressure of water for this solution and its relative lowering of vapor pressure. അപ്പോൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് എടുത്ത് എഴുതാം. The vapor pressure of pure water, you can write it as P10, solventൻ്റെ vapor pressure 23.8 millimeters of mercury. ഇനി 50 gram യൂറിയാണ് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. സോ W2, എപ്പോഴും സൊല്യൂട്ടിൻ്റെ മാസ് 2 എന്നാണ് എഴുതുക, ഗിവൺ മാസ് W. സോ W2 equal to 50 gram ആണ് യൂറിയയുടെ മാസ്. അപ്പോൾ നമുക്ക് യൂറിയയുടെ ഫോർമുലയും തന്നിട്ടുണ്ട്, മോളാർ മാസ് ഈസി ആയിട്ട് കാണാം. യൂറിയയുടെ NH2 CO NH2, നൈട്രജൻ 14 ആണ്, 2 നൈട്രജൻ 28, 4 ഹൈഡ്രജൻ +4 32 +12 +16. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 60 ആണ്. മോളാർ മാസ് ഓഫ് യൂറിയ ഈസ് ഈക്വൽ ടു 60. ആൻഡ് മാസ് ഓഫ് വാട്ടർ ഈസ് ഓൾസോ ഗിവൺ, ഇറ്റ് ഈസ് 850 gram. ഇനി നിങ്ങളോട് കാണാൻ പറഞ്ഞേക്കുന്നത് യൂറിയ വാട്ടറിലേക്ക് ആഡ് ചെയ്ത ശേഷമുള്ള പ്രഷർ എത്രയാണ്. P1 കാണാൻ പറഞ്ഞിട്ടുണ്ട്. P10 ഗിവൺ ആണ്. പിന്നെ നിങ്ങളോട് കാണാൻ പറഞ്ഞേക്കുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നിങ്ങൾക്കറിയാം P10 - P1 ഡിവൈഡഡ് ബൈ P10. P1 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് P10 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. P10 23.8 ഈ വാല്യൂസൊക്കെ ഉണ്ട്. ഇനി നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ളത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് കാരണം അതിൻ്റെ മോൾ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു P10 - P1 ഡിവൈഡ് ബൈ P10 ഈക്വൽ ടു X2 ആണെന്ന്. X2 എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. ഇനി ആദ്യം മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് നമുക്ക് കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റും അറിയണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. N2 ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് യൂറിയ 50 ഡിവൈഡഡ് ബൈ 60 ഈക്വൽ ടു 0.83. വാട്ടറിൻ്റെ മാസ് 850 ആണ്, മോളാർ മാസ് നമുക്കറിയാം 18 ആണ്. സോ ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ് ഈസ് 850 ഡിവൈഡഡ് ബൈ 18. 850 by 18 equal to 47.22. Then we can easily find out the mole fraction. Mole fraction N2 by N1 plus N2. N2 solute in the number of moles, it is 0.83 divided by 47.22. Solvent plus solute 0.83, 0.017 ആണ്. എന്ത് കിട്ടിയത്? മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതിൽ. P10 ഗിവൺ ആണ്, 23.8 ആണ്. ആൻഡ് P1 അത് നമുക്ക് കാണേണ്ടതാണ്, നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഡിവൈഡ് ബൈ 23.8 P10 ഈക്വൽ ടു 0.017. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 23.8 ഇൻറ്റു 23.8 മൈനസ് P1 ഈക്വൽ ടു 23.8 ഇൻറ്റു 0.017. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.4 എന്ന് കിട്ടും. So 23.8 minus P1 is equal to 0.4 or P1 equal to 23.8 minus 0.4 equal to 23.4 millimeters of mercury. ഇനി ഇതിൽ നിന്ന് find out the relative lowering. ഇത് നല്ലോണം അറിയണം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് തന്നെയാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും P10 മൈനസ് P1 ഡിവൈഡ് ബൈ P10 വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. P1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് എന്താണ്?
മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് നമ്മൾ ഓൾറെഡി കണ്ടു വെച്ച് കഴിഞ്ഞു. ഇറ്റ് ഈസ് 0.017. സോ ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു 0.017 തന്നെയാണ്. ഇവിടെ എടുത്ത് എഴുതിയിട്ടില്ല. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു 0.017 തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കൂ. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ അറ്റ് 750 millimeter of mercury is 99.63 degrees Celsius. How much sucrose is to be added to 500 gram of water such that it boils at 100 degrees Celsius? അപ്പോൾ ആദ്യം തന്നെ തന്ന ഡാറ്റ ഒന്ന് എടുത്ത് എഴുതാം നമുക്ക്. ഫസ്റ്റ് തന്നിരിക്കുന്നത് പ്യുവർ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 99.63 ഡിഗ്രി സെൽഷ്യസ്. വേണമെങ്കിൽ അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം by adding 273. So you get 372.63. ഇനി how much sucrose is to be added? So sucrose, that is solute mass W2 എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. To be added to 500 gram of water, that is mass of solvent 500 gram, W1 equal to 500 gram, such that it boils at 100 degrees Celsius. Means the boiling point of solution, that is TB equal to 100 plus 273 equal to 373 Kelvin. അപ്പോൾ നമുക്ക് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് പ്യുവർ സോൾവെൻറ്റിലേക്ക് സൂക്രോസ് ആഡ് ചെയ്തപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്തു. സോ ദ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻ്റ് ഈസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു 373 മൈനസ് 372.63 ഈക്വൽ ടു 0.37 ഡെൽറ്റ ടി ബി എന്നാണ് നമ്മളതിനെ എഴുതുക. അല്ലെങ്കിൽ അത് ഡിഗ്രി സെൽഷ്യസിൽ സബ്ട്രാക്ട് ചെയ്താലും മതി. ഇറ്റ് ഈസ് 100 മൈനസ് 99.63 ഏതായി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് 0.37. ഡെൽറ്റ ടി ബി 0.37 ആണ്. ഫോർ വാട്ടർ കെ ബി ഈസ് 0.52 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് അല്ല, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് ഈസ് 0.52 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് കെ ബി ഈക്വൽ ടു 0.52. ഇത് തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു സ്മോൾ എം മൊളാലിറ്റി. മൊളാലിറ്റിക്ക് ഉള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കെ ബി ഇൻറ്റു W2 ബൈ M2 ഇൻറ്റു 1000 ബൈ W1. നമുക്ക് കാണേണ്ടത് W2 ആണ്. ബാക്കി എല്ലാം ഗിവൺ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ടി ബി 0.37, കെ ബി 0.52, W2 ടു ബി ഡിറ്റർമിൻഡ് ബൈ മോളാർ മാസ് ഓഫ് സൂക്രോസ് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. സൂക്രോസിൻ്റെ ഫോമുല എല്ലാവർക്കും അറിയാം. C12H22O11 ഷുഗറിൻ്റെ ഫോമുല. അതിൽ നിന്ന് നമ്മൾ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 342 എന്ന് കിട്ടും. അപ്പോൾ 342 എന്ന് ഇവിടെ എഴുതുന്നു. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ്, ഇറ്റ് ഈസ് 500. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ W2, ഇതിൽ നിന്ന് W2 കാൽക്കുലേറ്റ് ചെയ്യുക. 0.37 ഇൻറ്റു 342 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 0.52 ഇൻറ്റു 1000. യു ഗെറ്റ് 121.67 gram mass of sucrose to be added. Clear? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എസ്കോർബിക് ആസിഡ്. എസ്കോർബിക് ആസിഡാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഫോമുലയും തന്നിട്ടുണ്ട്. C6H8O6 ടു ബി ഡിസോൾവ്ഡ് ഇൻ 75 gram ഓഫ് അസറ്റിക് ആസിഡ്, ദറ്റ് ഈസ് സോൾവെൻറ്റ് ഈസ് അസറ്റിക് ആസിഡ്, ടു ലോവർ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ് ബൈ 1.5 ഡിഗ്രി സെൽഷ്യസ്. മെൽറ്റിംഗ് പോയിൻറ്റ് 1.5 ഡിഗ്രി കുറയ്ക്കാനായിട്ട് എത്ര എസ്കോർബിക് ആസിഡ് ആഡ് ചെയ്യണം? 75 gram അസറ്റിക് ആസിഡിലേക്ക്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് എടുത്ത് എഴുതാം നമുക്ക്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എസ്കോർബിക് ആസിഡ്, അതായത് W2 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സൊല്യൂട്ടിൻ്റെ മാസ് ടു ബി ഡിസോൾവ്ഡ് ഇൻ 75 gram ഓഫ് അസറ്റിക് ആസിഡ്. സോൾവെൻറ്റിൻ്റെ മാസ് W1 75 gram. ടു ലോവർ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്, ദറ്റ് ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ് ഈസ് 1.5 degree Celsius. Delta TF is equal to 1.5 and KF is given. Molal depression constant or cryoscopic constant KF is equal to 3.9. We have to calculate W2. The relation delta TF ഉം KF ഉം ഒക്കെ വരുന്ന റിലേഷൻ എന്താണ്? ഡെൽറ്റ TF is equal to KF into മൊളാലിറ്റി ഇക്വേഷൻ എഴുതാം. W2 by M2 into 1000 by W1 into KF equal to delta TF. W2 കാണണം, ബാക്കി എല്ലാ വാല്യൂസും നോൺ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.5 ഈക്വൽ ടു 3.9 ഇൻറ്റു W2 ബൈ ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി ഫോമുല
C6H8O6. So find its molar mass. ഇതിൽ നിന്ന് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 176 എന്ന് കിട്ടും. സോ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ അവിടെ 176 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് 75 ഗ്രാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 5.08 ഗ്രാം. സോ അസ്കോർബിക് ആസിഡ് അസിറ്റിക് ആസിഡിലേക്ക് ആഡ് ചെയ്യേണ്ട മാസ് എന്ന് പറയുന്നത് 5.08 ഗ്രാം ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളതാണ്. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽസ്. പ്രഷർ പാസ്കലിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സൈറ്റഡ് ബൈ എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 1 gram ഓഫ് എ പോളിമർ ഓഫ് മോളാർ മാസ് 1,85,000 in 450 ml of water at 37 degrees Celsius. 37 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ ഒരു പോളിമർ ഡിസോൾവ് ചെയ്തു. 1 ഗ്രാമേ ഡിസോൾവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, 1,85,000 ആണ്. ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അപ്പോഴത്തെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷറിനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? പൈ ഈക്വൽ ടു CRT. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻ ആസ് മൊളാരിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മൊളാരിറ്റിയിലാണ്. മൊളാരിറ്റി മീൻസ് നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോള്യം ആണ്. അപ്പോൾ സിക്ക് പകരം നമുക്ക് മൊളാരിറ്റി എഴുതാം. എന്താണ് മൊളാരിറ്റി? N2/V, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ യൂണിറ്റ് വോള്യം ഇൻറ്റു RT. ഇനി നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയും അറിയാം. എന്താ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് W2/M2 ആണ്. N2ന് പകരം എഴുതി, V അവിടെ തന്നെയുണ്ട്, R × T. പൈ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ W2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, ഇവിടുത്തെ പോളിമറിൻ്റെ മാസ്, നോട്ട് മോളാർ മാസ്, ഗിവൺ മാസ് ഈസ് 1 gram. സോ ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോളാർ മാസ് 1,85,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് വോള്യം ഈസ് 450 ml ഓഫ് വാട്ടർ ആണ്. സോൾവെൻറ്റിൻ്റെ വോള്യം എന്ന് പറയുന്നത്, സൊല്യൂഷൻ്റെ വോള്യം എന്ന് പറയുന്നത് 450 ml ആണ്. 450 ml എന്നുള്ളതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 450 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 0.450 ലിറ്റേഴ്സ്. സോ വോള്യത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ആറിൻ്റെ വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 0.083 ഇൻറ്റു ടെമ്പറേച്ചർ ഇറ്റ് ഇസ് 310. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു ബൈ ആഡിങ് 273. സോ 310 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 0.00309 ബാറാണ് നമുക്ക് കിട്ടിയത്. അതിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബാറിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേറൊരു പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻറ്റു 10⁵ ചെയ്താൽ മതി. സോ ഈ കിട്ടിയ വാല്യൂ ഇൻറ്റു 10⁵ പാസ്കൽ ഈക്വൽ ടു എത്ര വരിക? 1 2 3 4 5 30.9 പാസ്കൽ.